ഈ ഓണക്കാലത്ത് കേരളത്തിന് വേണ്ടി ചെയ്യാൻ ഒരുപാട് കാര്യമുണ്ടെങ്കിലും സർക്കാരിന്റെ മുഴുവൻ ശ്രദ്ധയും രാഹുൽ മാങ്കൂട്ടം കേസിലാണെന്ന് പറയേണ്ടി വരും. എങ്ങനെയെങ്കിലും ആ പയ്യനെ കൊടുക്കണമെന്ന ചിന്തയിലാണ് പിണറായി വിജയൻ. അതിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ കേസിൽ പരാതിക്കാരുടെ മൊഴിയെടുക്കാൻ തുടങ്ങി അന്വേഷണ സംഘം. പരാതിക്കാരിൽ ഒരാളായ അഡ്വക്കേറ്റ് ഷിൻഡോയുടെ മൊഴിയാണ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുന്നത്. ലൈംഗികാരോപണ കേസുകളിൽ യുവതികൾ നേരിട്ട് പരാതി നൽകിയിരുന്നില്ല. വെളിപ്പെടുത്തലുകളുടെയും ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിൽ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലെത്തിയ പരാതികളിലാണ് അന്വേഷണം നടക്കുന്നത്. 6 പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ചിരിക്കുന്നത്. നിരവധി മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത്തരം കേസുകളിൽ ഇരയാക്കപ്പെട്ടവർ തന്നെ പരാതി നൽകുമ്പോഴാണ് കേസ് നിലനിൽക്കുക. പരാതിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ നൽകിയാൽ അന്വേഷണ സംഘത്തിന് നിർണായകമാവും. ശബ്ദരേഖകളുടെ ആധികാരികത പരിശോധിച്ച് അവരെ സമീപിച്ച് മൊഴിയെടുക്കാനും തീരുമാനമുണ്ട്. ഇവർ നേരിട്ട് പരാതി നൽകിയാൽ മാത്രമേ മുന്നോട്ട് പോകാനാവൂ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. എങ്കിലും മാങ്കൂട്ടം MLA-യെ കുടിക്കാനുള്ള തത്രപ്പാടിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് CPM-ഉം പിണറായിയും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ഒരു പരാതി പോലുമില്ലാത്ത കേസിൽ ഇങ്ങനെ തെരുവിൽ തുള്ളാൻ നാണമില്ല ഈ സഖാക്കൾക്ക് എന്ന് പാലക്കാട്ട് ജനങ്ങൾ തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും കേരളത്തിന്റെ ഭരണം പോകുമെന്ന് ഉറപ്പിച്ച സ്ഥിതിക്ക് ഒരു അക്രമം നടത്താനും സാധ്യതയുണ്ട്. പണ്ട് കുത്തുപറമ്പിൽ MV രാഘവനെ തടഞ്ഞതുപോലെ മാങ്കൂട്ടത്തെ തടഞ്ഞ് സ്വയം ശിക്ഷ വാങ്ങാനും CPM മടിക്കില്ല എന്നുള്ളതുകൊണ്ട് രാഹുലിന് സംരക്ഷണമൊരുക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട്. അതിനിടെയാണ് ഇന്ന് DYFI പ്രതിഷേധം നടത്തുന്നത്. MLA-യുടെ രാജി ആവശ്യപ്പെട്ട് DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ സംഗമം സംഘടിപ്പിക്കും. വൈകിട്ട് സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്താണ് ആത്മാഭിമാന സദസ്സ് എന്ന പേരിൽ പരിപാടി നടത്തുന്നത്. രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ തടയുമെന്ന് DYFI-യും BJP-യും നേരത്തെ വ്യക്തമാക്കിയതാണ്. അങ്ങനെ പരാതിക്കാരെ കണ്ടെത്തുകയും പ്രതിഷേധം നടത്തുകയും ഒക്കെ ഒരുമിച്ച് ചെയ്യുകയാണ് BJP-CPM സഖ്യം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അന്വേഷണത്തിൽ പെട്ടെന്ന് തീരുമാനമുണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. കാരണം മറ്റു കേസുകളെ പോലെ അന്വേഷിച്ചാൽ മാത്രം പോരാ, പരാതിക്കാരെയും പോലീസ് തന്നെ കണ്ടെത്തേണ്ടതുണ്ട്.